വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേന കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കാൻ രണ്ട് വനിതാ ഓഫീസർമാർ എത്തുന്നത്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിതയായിരുന്നു സോഫിയ. ആകാശത്തിന്റെ മകൾ എന്ന പേരുകാരിയായ വ്യോമികയുടെ കുഞ്ഞിലെയുള്ള ആഗ്രഹമായിരുന്നു സൈന്യത്തിൽ ചേരുക എന്നത്. പാകിസ്ഥാനുള്ള അവിടെ തമ്പടിക്കുന്ന ഭീകരർക്കുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സ്ട്രൈക്കായിരുന്നു. ഇന്ത്യൻ സേനയ്ക്കുള്ളിലെ ലിംഗസമത്വത്തിന്റെ സന്ദേശം കൂടിയാണ് രാജ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ത്യ പഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയിരിക്കുന്നു. മോക്ക് ഡ്രില്ലിന്റെ വാർത്ത അല്ലെങ്കിൽ മോക്ക് ഡ്രില്ലുമായിട്ടുള്ള പരിശോധനകളുടെ വാർത്ത കാത്തിരുന്ന ഇന്ത്യക്കാർക്ക് മുന്നിലേക്ക് രാവിലെ എത്തിയത് പഹൽഗാമിന് കിട്ടിയ മുറിവിന് തിരിച്ചടി നൽകുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്തയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷന്റെ വാർത്തയാണ്. ആ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ ലോകത്തെ അറിയിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ കരുത്തരായ രണ്ട് വനിതാ ഓഫീസർമാരാണ്. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേന കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യയുടെ ആക്രമണത്തെപ്പറ്റി കൃത്യതയോടെയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വ്യക്തതയോടെയും ഉറച്ച ശബ്ദത്തിൽ ഇന്ത്യൻ സേനയുടെ കരുത്തരായ ഈ സ്ത്രീരത്നങ്ങൾ സംസാരിച്ചു. പെഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ഭീകരർക്ക് അവർക്ക് സഹായം ചെയ്ത പാകിസ്ഥാന് വാർത്താ സമ്മേളനത്തിലും പ്രതീകാത്മകമായ മറുപടി നൽകുകയായിരുന്നു ആ അർത്ഥത്തിൽ ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കാൻ രണ്ട് വനിതാ ഓഫീസർമാർ എത്തുന്നത്. പാകിസ്ഥാനും ഭീകരർക്കുമുള്ള മറുപടി മാത്രമായിരുന്നില്ല ഇന്ത്യ അവിടെ പ്രകടിപ്പിച്ചത്, മറിച്ച് ഇന്ത്യൻ സേനകളിൽ വർദ്ധിച്ചു വരുന്ന വനിതകളുടെ സാന്നിധ്യത്തെ കൂടിയാണ് ലോകത്തിന് മുന്നിലേക്ക് രാജ്യം കാണിച്ചു കൊടുത്തത്. ആരാണ് സോഫിയയും വ്യോമികയും? നമുക്ക് അത് പരിശോധിക്കാം. കരസേന കേണൽ സോഫിയ ഖുറേഷി. ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ ഫോഴ്സ് 18-ൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് സോഫിയ ഖുറേഷി. 2016-ൽ പൂനെയിൽ വെച്ച് നടന്ന 17 രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ 40 അംഗ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചത് സോഫിയായിരുന്നു. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിതയായിരുന്നു സോഫിയ. കുടുംബമാകെ സൈനിക പശ്ചാത്തലമുള്ള ആളാണ് സോഫിയ ഖുറേഷി. അന്ന് 35-കാരിയായിരുന്ന സോഫിയ ആ അഭ്യാസത്തിൽ ഒരു സംഘത്തെ നയിച്ച ഒരേ ഒരു വനിതാ ഓഫീസർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നിതാ ഇന്ത്യയുടെ അഭിമാന തിരിച്ചടി ലോകത്തോട് വിശദീകരിക്കുന്ന വനിതാ ഓഫീസറുമായി. 1981-ൽ ഗുജറാത്തിലെ വഡോദരയിലാണ് സോഫിയ ജനിച്ചത്. അച്ഛൻ വർഷങ്ങളോളം സേനയിൽ മതാധ്യാപകനായി ജോലി ചെയ്ത മനുഷ്യനാണ്. 1990-ൽ സൈന്യത്തിലെത്തി സോഫിയ. 30 വർഷമായി സൈനിക സേവനം നടത്തുന്നു. നിർഭയ നിലപാടുകൾ കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൊണ്ടും ശ്രദ്ധേയയായ ഓഫീസറാണ് സോഫിയ ഖുറേഷി. 2006-ലെ കോങ്കോ സമാധാന ദൗത്യത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് നിസ്തുലമായ സംഭാവന നൽകിയ വ്യക്തിത്വം കൂടിയാണ് സോഫിയ ഖുറേഷി. അങ്ങനെ നിരവധി ദൗത്യങ്ങളുടെ ഭാഗമായ അനുഭവ സമ്പത്തുണ്ട് സോഫിയ ഖുറേഷിക്ക്. ഇന്ത്യൻ സേനയിൽ എത്താൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ് സോഫിയ. ഇനി നമുക്ക് വിംഗ് കമാൻഡർ വ്യോമിക സിംഗിലേക്ക് പോകാം. ആകാശത്തിന്റെ മകൾ എന്ന പേരുകാരിയായ വ്യോമികയുടെ കുഞ്ഞിലെയുള്ള ആഗ്രഹമായിരുന്നു സൈന്യത്തിൽ ചേരുക എന്നത്. അങ്ങനെ 2004-ൽ വ്യോമസേനയിലെത്തി. ഉയർന്ന അപകട സാധ്യതയുള്ള ഫ്ലൈയിങ് ഓപ്പറേഷനുകളുടെ ഭാഗമായി. വ്യോമസേനയിലെ കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സിഗ്നൽ ഓഫീസർ ഇൻചാർജ് എന്ന നിർണായക റോളിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് വ്യോമിക. ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറപ്പിക്കുന്നതിൽ അതിവിദഗ്ധയുമാണ്. നിസ്തുലമായ സേവനങ്ങളെ തുടർന്ന് 2017-ൽ വിംഗ് കമാൻഡറായി പ്രൊമോഷൻ കിട്ടി. സിന്ദൂർ ഓപ്പറേഷൻ വിശദീകരിക്കാൻ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡറും എത്തിയതോടെ ഇന്ത്യൻ സേനയ്ക്കുള്ളിലെ ലിംഗസമത്വത്തിന്റെ സന്ദേശം കൂടിയാണ് രാജ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം തന്നെ അഭിനന്ദിക്കുന്ന നീക്കമാണ് സോഫിയ ഖുറേഷിയുടെയും വ്യോമിക സിംഗിന്റെയും ഈ നിയോഗം. മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേശ് എഴുതുന്നു, കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അർണബ് ഗോസ്വാമിയുടെ വർഷങ്ങൾക്ക് മുമ്പ് അർണബ് ഗോസ്വാമി നടത്തിയ ഈ ഒരു അഭിമുഖം കാണണം. കേണൽ സോഫിയ ഖുറേഷി, ഭർത്താവ് താജുദ്ദീൻ ഖുറേഷി, മകൻ എന്നിവരാണ് അർണബുമായി സംസാരിക്കുന്നത്.
ഭരണഘടനയെ പോലെയാണ് ഇന്ത്യൻ ആർമി. അത് രാജ്യത്തെ കൂട്ടിച്ചേർക്കുന്നു. ആർമി ക്യാമ്പുകളിൽ ക്ഷേത്രവും പള്ളിയും ഗുരുദ്വാരയുമുണ്ട്. കമാൻഡിംഗ് ഓഫീസർ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആയിരിക്കാം. പട്ടാളക്കാർ പല മതക്കാരുമായിരിക്കാം. നേട്ടങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടാകും മേജർ താജുദ്ദീൻ. അദ്ദേഹം ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ആയിരിക്കാമെന്നാണ് ജാവേദ് പർവേസ് ഈ കുറിപ്പിൽ പറയുന്നത്. അഭിമുഖത്തിന്റെ അവസാനം ഈ താജുദ്ദീൻ ഖുറേഷി പറയുന്നുണ്ട്, എല്ലാവർക്കും റോൾ മോഡൽ പലരുമായിരിക്കാം, എനിക്ക് വീട്ടിലുണ്ട്. അതായത് സോഫിയ ഖുറേഷിയെക്കുറിച്ച്. സോഫിയ ഖുറേഷിയാണ് തൻ്റെ റോൾ മോഡൽ എന്ന് പറയുകയാണ് ഭർത്താവ് താജുദ്ദീൻ ഖുറേഷി. ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നു, പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ വെടിയേറ്റു വീഴുന്നത് കണ്ട ഹിമാൻഷി നർവാളിനെയും ആരതിയെയും പോലുള്ള വനിതകൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായിരിക്കും വനിതകളായ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും നടത്തിയ ഇന്നത്തെ ആർമി ബ്രീഫിംഗ്. അതെ, അതും പാകിസ്ഥാനുള്ള അവിടെ തമ്പടിക്കുന്ന ഭീകരർക്കുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സ്ട്രൈക്കായിരുന്നു. അത് എന്താണ്? വ്യോമികയും ഒപ്പം സോഫിയയും വന്ന് ബ്രീഫിംഗ് നടത്തുക. എന്താണ് പാകിസ്ഥാൻ ഭീകരർ പെഹൽഗാമിൽ ചെയ്തത്? പെഹൽഗാമിൽ പുരുഷന്മാരെ മാത്രം തേടിപ്പിടിച്ച് അവരുടെ മതം തിരക്കി വെടിവെച്ച് കൊല്ലുക. അതോടുകൂടി എത്ര സ്ത്രീകളുടെയാണ് സിന്ദൂരം മാഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ മാഞ്ഞു പോയത്, അവർ വിധവയായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഈ ഓപ്പറേഷന് പേര് നൽകാൻ തന്നെ കാരണം അതാണ്. അതായത് ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ഭീകരർക്കും അതിന് കുടപിടിച്ച പാകിസ്ഥാനുമുള്ള കരുത്തുറ്റ തിരിച്ചടി. അത് വിശദീകരിക്കാൻ എത്തിയതാവട്ടെ രണ്ട് വനിതാ ഓഫീസർമാർ.